ഇനി മുതൽ നീ എന്നെ ഏട്ടാന്ന് വിളിക്കണം, ഇവിടുന്ന് പോകുന്നത് വരെ. ഒന്ന് പോയേ വലിയ വെറുതെ കളിയാക്കാണ്ട് പോയി കുളിച്ചിട്ട് വാ. ശരി. ആ, ഞാൻ കിച്ചണിൽ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് മുറിയിലേക്ക് കൊണ്ടുവരാൻ പറയാം. ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും നീ അത് കഴിച്ചിട്ട് നിൽക്കും. അയ്യോ വലിയ വേണ്ട. വലിയ കുളിക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ആരെങ്കിലും വന്നാ അതോടെ തീർന്നുവല്ല. ഓ, അത് ഞാൻ ഓർത്തില്ല. ശരി, ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാം. ആ കല്യാണി, വലിയ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടേ? ഇഡ്ലി. ഹലോ. ആ, ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ റൂമിലേക്ക് എടുത്തേക്ക്. ശരി സാർ. ആ, പിന്നെ ഇഡ്ഡലി മതി. ശരി സാർ, ഇപ്പൊ കൊണ്ടുവരാം. പിന്നെ കല്യാണി, നീ എന്നെ മറക്കുന്ന എന്തിനാ? എല്ലാം ഞാൻ അറിഞ്ഞു. നന്ദന പിണങ്ങി അവളുടെ വീട്ടിലേക്ക് പോയല്ലേ? ഇവിടെ അവൾക്ക് എന്തിന്റെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്? അരവിന്ദ് വിളിച്ചപ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്താ അവന്റെ തീരുമാനം? നീ വല്ലതും ചോദിച്ചോ? അവൻ എന്ത് പറഞ്ഞു? നീ എന്തെങ്ങനെ പാറക്കല്ല് പോലെ നിൽക്കുന്നേ? പാറക്കല്ലോ? നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പിന്നെ അല്ലാതെ, ഞാൻ വന്ന് കയറിയിട്ടും ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടും മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നിനക്ക് എന്ത് പറ്റി? നീ അവിടെ ഇരിക്കും, ഞാനീ പോരാ. ചെല്ലടാ. എന്താ ചെയ്യാ? നീ വിഷമിക്കാതെ വഴിയുണ്ടാക്കാം. ആനന്ദ്, നീ എന്തെടുക്ക അവിടെ? അമ്മേ, നീ ഇവിടെ പൂജയൊക്കെ തുടങ്ങിയോ? എനിക്ക് വയ്യ ദേവി. ഇനി എന്തൊക്കെ കണ്ടാ മരിക്കാൻ പറ്റും? അത് കല്യാണി ജയിച്ചു വരാൻ വേണ്ടി ദിവസവും പ്രാർത്ഥിക്കാന്ന് കരുതി, അല്ലാതെ വേറൊന്നുമല്ല. ഓ, അപ്പൊ ആന്റിയെ കല്യാണി പോലെ നീയും ഭക്തിമാർഗത്തിലായി. കൊള്ളാം. എന്നെ അവിടെ ഇരുത്തിയിട്ട് നീ ഇവിടെ ഒന്ന് മൊബൈൽ കളിക്കണോ? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, നിനക്ക് എന്തോ ടെൻഷനുണ്ട്.
നന്ദനെ പിണങ്ങിപ്പോയത് ഓർത്തിട്ടാണോ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇപ്പൊ നീ വാ, നല്ല വിശപ്പ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നീ ചെന്ന് കഴിക്ക, ഞാൻ വരാം. വേണ്ട, നീ റെഡിയാവ്, വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എന്റെ നടുവേ, ഒന്ന് പിടിക്കട, കണ്ടിച്ചോറില്ലാത്തവനെ. അയ്യോ, അമ്മേ, നടു ഒടിഞ്ഞു. ഇവിടെ കിടന്ന് കസേര എങ്ങനെയാണോ അവിടെ പോയത്? നീ ചാത്ത സേവനം തുടങ്ങിയോ? അത് കസേരയുടെ കുഴപ്പമില്ല, നിന്റെ വാട്സപ്പ് ചാറ്റിംഗ് അതിന്റെ പ്രശ്നമാണ്. എടാ, ഈ മൊബൈൽ അധികം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണക്കൂട്ടിലൊക്കെ പിഴയ്ക്കും, അതാ. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി ഡൈനിങ് ഹാളിൽ വെയിറ്റ് ചെയ്യും, ഞാൻ വരാം. സുബ്രു, നീ എന്തായി നോക്കുന്നേ? അല്ല, ഞാൻ ഇപ്പോഴാ ഓർത്തത്. ഞാൻ ഈ റൂമിലേക്ക് വന്നപ്പോ ഏതോ ഒരു നിഴല് കട്ടിലൂടെ നടന്നു പോകുന്ന പോലെ തോന്നി. അതാ ഞാൻ നോക്കുന്നേ. എടാ, അത് നടുപിടിച്ച് വീണപ്പോ സ്പൈനൽ കോഡിനുണ്ടായ ഷേക്ക് കൊണ്ട് തോന്നിയതാ. അങ്ങനൊക്കെ തോന്നുന്നു? പിന്നെ സ്പൈനൽ കോഡല്ലേ സാധനം. നീ ആദ്യം താഴെ ഇറങ്ങിയ ഡൈനിങ് റൂമിലേക്ക് പോകും, ഞാനങ്ങ് വരാം. ചെല്ലേ. നീ കുറെ നേരം കൊണ്ട് പോന്ന് പറയുന്നല്ലോ, നിനക്ക് എന്ത് പറ്റി? എനിക്കിതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഒന്നുമില്ല മച്ചു, ഞാൻ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓ, അതാണോ കാര്യം? അങ്ങനെ മനസ്സിലാവുന്ന ഭാഷയിൽ പറ. ഞാൻ താഴെ കാണും, പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് വാ. ശരി, ചെല്ലേ. എടാ പോടാ. ഞാൻ പേടിച്ചു പോയി വലിയുഞ്ഞേ. ഏയ്, അതൊന്നും സാരമില്ല. എന്നാലും നീ ആ പാവം സുബ്രുവിനെ തള്ളിയിട്ടല്ലേ? അത് അറിയാതെ. സാരമില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിളെ. ഗുഡ് മോർണിംഗ് സുബ്രു. ആന്റി ഗുഡ് മോർണിംഗ്. അല്ല, ആനന്ദ് എവിടെ? കഴിക്കാൻ വരുന്നില്ലേ? ഇപ്പൊ ഒരു ആന്റി എന്നോട് താഴേക്ക് ഇറങ്ങിക്കോ, ഡ്രസ് ചെയ്ത് വരാന്ന് പറഞ്ഞു. ഇപ്പൊ എത്തും. എന്താണ് സുബ്രു ഓഫീസിൽ വിശേഷങ്ങൾ? അതിന് സുബ്രു ഓഫീസിൽ പോയിട്ട് വേണ്ടേ? ഫുൾ ടൈം ആനന്ദിന്റെ കൂടെ അല്ലേ? സുജാത മാഡം, ഇതെന്താ ഇങ്ങനെയാണോ ഇഡലി ഉണ്ടാക്കുന്നത്? ഞാനും പറയാൻ പോയതാ ചേച്ചി, കല്ല് പോലെ ഇരിക്കുന്നു. എന്തു പറ്റി? നേരാ, പാറ കല്ല് പോലെ ഇരിപ്പുണ്ട്. രണ്ടെണ്ണം കൂടി തന്നെ. സോറി മാഡം. ഇഡലി മാവിനൊരു പരുവുണ്ട്. ആ പരുവത്തിനുണ്ടാക്കിയാലേ അത് കഴിക്കാൻ പറ്റൂ. ഇത്രയും നാളും കല്യാണിയുടെ കൂടെ നിന്നിട്ടും നീ അത് പഠിച്ചില്ലെന്ന് വെച്ചാ. ഓ, നാളെ ഞാൻ ഇഡലി ഉണ്ടാക്കാൻ്റെ. ആ, അത് ഞാൻ മറന്നു കൃഷ്ണേട്ടാ. നമ്മുടെ മരുമകള് പാചകറാണി മത്സരത്തിലെ വിന്നറാ. ഓഹോ, അതിങ്ങനെയല്ല പറയേണ്ടത്. വിഭവസമൃദ്ധമായ ഒരു സദ്യ സ്വന്തം കൈകൊണ്ട് ഒരുക്കിയിട്ട് വേണം അറിയിക്കാൻ. രുചിയിലൂടെ അറിയണം പാചകറാണിയെ. അതെ അതെ, കറക്റ്റ്. ഈശ്വര, ഇനി ആ പരീക്ഷണത്തിന് കൂടി ഇരുന്ന് കൊടുക്കേണ്ടി വരുമല്ലോ. നിക്ക്, ഇത് ആർക്ക് കൊണ്ടുപോകുന്നു? അത് ആനന്ദ് സാറ് ബ്രേക്ക്ഫാസ്റ്റ് റൂമിലേക്ക് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. എന്നോട് താഴെ എനിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇവൻ ബ്രേക്ക്ഫാസ്റ്റ് മുകളിലേക്ക് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. ഇവനിത് എന്ത് പറ്റി?
സുബ്രുവിനോട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ ബ്രേക്ക്ഫാസ്റ്റ് റൂമിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് റൂമിലേക്ക് കൊണ്ടുചെല്ലാൻ വിളിച്ചു പറഞ്ഞിട്ട് കുറച്ച് നേരമായി മാഡം. ഓ, അത് ചിലപ്പോ സുബ്രു വരുന്നതിന് മുമ്പ് വിളിച്ച് പറഞ്ഞതായിരിക്കും. അതെ, അതിനെ വഴിയുള്ളൂ. ആനന്ദിനോട് ഇവിടെ വന്ന് കഴിക്കാൻ പറയും. ഞാൻ പറഞ്ഞെന്ന് പറ. ശരി മാഡം. നിക്ക്, നീ ഇത് എവിടെ പോന്നു? ആനന്ദ് സാറിനോട് താഴെ വരാൻ പറയാൻ. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് കാണാൻ വയ്യേ? നീ ഇപ്പൊ ആനന്ദിനെ വിളിക്കാൻ പോയാ ഇവിടെ ആരാ വിളമ്പിത്തരിക? ഫോൺ വിളിച്ചിട്ട് അവനോട് താഴേക്ക് വരാൻ പറയും. ശരി മാഡം. വല്യൂഞ്ഞെ, ഞാനൊരു കാര്യം ചോദിച്ചാ എന്നോട് ദേഷ്യം തോന്നരുത്. അത് ചോദിക്കാനുള്ള അധികാരമുണ്ടോന്നും അറിയില്ല. എന്നാലും ചോദിക്കാതിരിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. കെട്ടിയോളെ, നിനക്ക് എന്തും എന്നോട് ചോദിക്കാം. അതിനുള്ള എല്ലാ അധികാരവും നിനക്കുണ്ട്. ധൈര്യമായിട്ട് ചോദിച്ചോ. അത് സുബ്രു സാറ് നന്ദനമ്മയുടെ എന്തോ അനിയും കുഞ്ഞുമായിട്ട് പിണങ്ങിപ്പോയിന്ന് പറയണ കേട്ടൂലോ. എന്താ വല്യൂഞ്ഞ പ്രശ്നം? എന്താ ഉണ്ടായേ? അത് കല്യാണി, അതിന് വ്യക്തമായ ഉത്തരം തരാൻ തൽക്കാലം എനിക്ക് കഴിയില്ല. കണ്ടോ, അതൊരു ഒഴിഞ്ഞുമാറലല്ലേ. പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഒഴിഞ്ഞു മാറിയതല്ല. മാത്രമല്ല, നീ കുടുംബത്തിലേക്ക് വന്നു കയറാനുള്ള മൂത്ത മരുമകളല്ലേ. അപ്പോ തീർച്ചയായിട്ടും നീ അറിയണ കാര്യങ്ങളൊക്കെ. പക്ഷേ നീ അറിയുന്നതും ഞാൻ പറയുന്നതും സത്യമായിരിക്കണം. അതെനിക്ക് നിർബന്ധമാണ്. ഹലോ സാർ, മാഡം സാറിനോട് താഴേക്ക് വരാൻ പറഞ്ഞു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മുകളിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞല്ലേ? ഞാൻ മുകളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ മാഡം സാറിനോട് താഴെ വന്ന് കഴിക്കാൻ ഫോൺ വിളിച്ച് അറിയിക്കാൻ പറഞ്ഞത്. ശരി. എന്തു പറ്റി വല്യൂഞ്ഞെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അമ്മ എന്നോട് താഴെ ചെന്ന് കഴിക്കാൻ പറഞ്ഞു. ഇത്രേ ഉള്ളോ? ഞാൻ വെറുതെ പേടിച്ചു. വല്യൂഞ്ഞു പോയി കഴിക്കേ. ആഹാ, ഞാൻ താഴെ പോയി കഴിച്ചാൽ നീ എന്ത് കഴിക്കും? അത് സാരമില്ല വല്യൂഞ്ഞെ. ഇവിടെ പാലിരിപ്പുണ്ടല്ലോ, ഞാൻ അത് കാച്ചി കുടിച്ചോളാം. നീ എന്തൊക്കെയാ കല്യാണി പറയുന്നേ? പാല് കാച്ചി കുടിച്ചാൽ വിശപ്പ് മാറുമോ? ഞാൻ പോയി നിനക്ക് എന്തെങ്കിലും എടുത്തോണ്ട് വരാം. അയ്യോ, അതൊന്നും വേണ്ട വല്യൂഞ്ഞെ. എനിക്കെന്തെങ്കിലും എടുത്തോണ്ട് വരുന്നത് ആരെങ്കിലും കണ്ടാ അത് വേണ്ടാത്ത സംശയങ്ങൾ ഉണ്ടാക്കും. നീ ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോ എനിക്കെങ്ങനെ കഴിക്കാൻ പറ്റും? നിനക്ക് ഫുഡ് തന്നിട്ട് വേണം എനിക്ക് പുറത്തോട്ട് പോവാൻ. ഞാനിപ്പോ വരാം. ആനന്ദിനോട് വിളിച്ചു പറഞ്ഞോ? പറഞ്ഞു മാഡം. സാറിപ്പോ വരാന്ന് പറഞ്ഞു. ആനന്ദ്, മോനെ വായിരിക്കും. സുജാത. ശരി മാഡം. അല്ല, അരവിന്ദ് എവിടെ? അവൻ രാവിലെ പോയേച്ചാ. എന്നോട് ഡൈനിങ് ഹാളിലേക്ക് വരാൻ പറഞ്ഞിട്ട് നീ ഫുഡ് മുകളിലേക്ക് കൊണ്ടുവരാൻ ഓർഡർ ചെയ്തോ? എന്ത് വൃത്തിയാടാ നീ കാണിച്ചത്? ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? തൊണ്ടേ കുടുങ്ങും. അതുകൊണ്ട് ആദ്യം ആഹാരം കഴിക്കുക. നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടേ? ഇഡ്ലി. ആനന്ദ്,
എന്തുപറ്റി? നീ എന്തായി ആലോചിക്കുന്ന? കഴിക്കുമോനെ? ശരിയമ്മേ. 2 ഇഡ്ഡലി കൂടെ വയ്ക്കാം. ആനന്ദേട്ടന് ഇന്ന് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നല്ലോ. എനിക്കും ചില ദിവസങ്ങളിൽ ഇങ്ങനെയാ. നമ്മൾ ഫുഡ് കഴിച്ച് തീർന്നിട്ട് കൈ കഴുകും മുന്നേ 2 പഴം കൂടെ കഴിച്ചാ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും. ഹലോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ വില്യംസ്. സുഖം. കൊട്ടേഷൻ എന്തായി? ഓ ശരി ശരി. അയ്യോ, ഞാനത് മറന്നു. ആനന്ദ്, ആഹാരം കഴിക്കുമ്പോഴാണോ ഫോൺ? കഴിച്ചു കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചാ പോരെ? ഒരു അർജന്റ് മാറ്റർ അമ്മേ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളാം. ഹലോ. അതിന്റെ ഡീറ്റെയിൽസ് ലാപ്ടോപ്പില് ഞാൻ ഇപ്പൊ തന്നെ അയച്ചുതരാം. ഇല്ലില്ല, ഒരു 2 മിനിറ്റ്. കല്യാണി, നീ എന്തിനാ വിളിച്ചിരിക്കുന്നത്? കഥ കാത്തു നിന്ന് കുറ്റിയിട്ടിട്ട് ഇവിടെ ഇരുന്നാ പോരെ? അത് സുബ്രസാറും കൂടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ഫോണിൽ വിളിച്ച് പറയില്ലേ? എന്താ കെട്ടിയോളെ ഇത്? അതാ ഇഡ്ഡലി കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ അവിടെ കഴിച്ചോണ്ടിരിക്കുക. പോരാത്തതിന് സുബ്രു ഉണ്ട്. ഞാൻ ചെന്നൊരു അറ്റൻഡൻസ് വെച്ചിട്ട് വരാം. ഇത് മുഴുവൻ കഴിച്ചോണം. ശരി വലിയുഞ്ഞേ, ഞാൻ കഴിച്ചോളാം. വലിയുഞ്ഞ് പോയിക്കോ. അകത്ത് നിന്ന് വാതിൽ കുറ്റിയിട്ടേക്കണം. കല്ലുപോലെ ഇരിക്കുന്നു. ഉഴുന്നു പാകത്തിന് ചേർത്തിട്ടില്ല. ഇത് അഖില മാഡത്തിന് ഇഷ്ടപ്പെടില്ലെന്ന് ഉറപ്പാ. ഇഡ്ലി പൂ പോലെ ഇരുന്നില്ലെങ്കിൽ വല്യുഞ്ഞും കഴിക്കില്ലല്ലോ. വന്ന് വന്ന് ഈ സുജാതജിക്ക് ഒരു ശ്രദ്ധയില്ലാണ്ടായിപ്പോ. അയ്യോ, കഥക് കുറ്റിയിട്ടില്ല. ആരെങ്കിലും വന്ന് കയറിയിരുന്നെങ്കിൽ അതോടെ തീർന്നേനെ. വന്നല്ലോ. കയ്യിൽ കൊണ്ടുപോയ പ്ലേറ്റ് എവിടെ ആനന്ദ്? അത് ഞാൻ കഴിച്ചിട്ട് റൂമിൽ വെച്ചമ്മേ. ഓ, ഇഡ്ഡലി കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ല സോഫ്റ്റ് ആയിരുന്നു. സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അല്ലേടാ? എന്താടാ, ആഹാരം കഴിക്കുമ്പോ ചുമക്കുന്നോ? വെള്ളം കുടി. നിനക്ക് എന്തു പറ്റി? ആകെ ഒരു മാറ്റം. എനിക്കെന്ത് മാറ്റം? അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. ഹേയ്, അമ്മയുടെ തോന്നലുകളൊന്നുമല്ല. സാധാരണയായി ആഹാരം കഴിക്കുമ്പോ നീ ഫോൺ എടുക്കാറില്ല.
ഫോൺ എടുത്തതും പോരാത്തതിന് കഴിച്ചുകൊണ്ടിരുന്ന ആഹാരവുമായി സ്റ്റെപ്പ് കയറി പോകുന്നു. അതമ്മേ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇമ്പോർട്ടന്റ് കോളായിരുന്നു. കൊട്ടേഷൻ ഡീറ്റെയിൽസ് മുഴുവൻ എൻ്റെ ലാപ്ടോപ്പിലായതുകൊണ്ട് ഞാൻ ഫുഡുമായിട്ട് എൻ്റെ റൂമിലേക്ക് പോയത്. ശരി, അത് പോട്ടെ. ഇഡ്ഡലി തീരെ കൊള്ളില്ലായിരുന്നു. സാധാരണ നീ ഇഡ്ഡലി കഴിക്കാറില്ല, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാണ് നീ പറഞ്ഞത്. എന്തു പറ്റി ആനന്ദ്? എനിത്തിങ് റോങ്?